Hi all, welcome to TOES Academy. അപ്പോൾ സെറ്റിന്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് അല്ലേ, നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. അപ്പോൾ സെറ്റ് എക്സാമിന് വേണ്ടി ഓൾറെഡി നമ്മുടെ റെഗുലർ ബാച്ചിലൂടെ ആണെങ്കിലും അല്ലാതെ പേഴ്സണലി ആണെങ്കിലും സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും അവരുടെ പ്രിപ്പറേഷൻ ഒന്ന് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഇനിയും എന്ത് ചെയ്യണം, പഠിക്കണോ വേണ്ടേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാനുള്ള ടൈമും വന്നിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ടോസ് അക്കാഡമി സെറ്റിന് നോട്ടിഫിക്കേഷൻ വന്നതുകൊണ്ട് തന്നെ ഇത്തവണ ഒരു പുതിയൊരു ഫൈനൽ ക്രാഷ് കോഴ്സാണ് നമ്മൾ ഇനി അങ്ങോട്ട് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് ആയിരിക്കും. മാക്സിമം ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെയൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഒക്ടോബർ 1 ഈ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡെമോ സെഷൻസ് ഉണ്ട്. നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, അത്രയും കോൺഫിഡൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത്, അത്രയും ഇഫക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. അപ്പോൾ നമ്മുടെ ഡെമോ സെഷൻസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. അത് കണ്ടിഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ ഫീ പേയ്മെന്റ് ചെയ്ത് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഒക്ടോബർ 1 നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആരും ലേറ്റ് ആവാതെ തന്നെ താല്പര്യമുള്ളവർ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഡെമോ സെഷൻസ് അറ്റൻഡ് ചെയ്യുക. ടോസ് അക്കാഡമിയുടെ രീതികളും മറ്റും ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സെറ്റ് എക്സാം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ജോയിൻ ചെയ്ത് നല്ലൊരു രീതിയിലുള്ള പഠിത്തം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോട്ടിഫിക്കേഷന്റെ കുറച്ച് ഡീറ്റെയിൽസ് നമ്മൾക്ക് ഷെയർ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ നോക്കുക, ഓൺലൈൻ രജിസ്ട്രേഷൻ 25/9/2024 ആണ്, അതായത് ഇന്ന് ആണ് നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നോക്കുക, ഓൺലൈൻ രജിസ്ട്രേഷൻ ക്ലോസിംഗ് ഓൺ 20/10/2024 മിഡ്നൈറ്റ്, രാത്രി 12 മണി വരെ ഉണ്ടായിരിക്കും. ആ സമയം വരെ ആരും നോക്കിയിരിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഓൺലൈൻ പേയ്മെന്റ് ഫോർ രജിസ്ട്രേഡ് കാൻഡിഡേറ്റ്സിനുള്ള ഡേറ്റ് 22/10/2024 ആണ്. ഇനി എന്തെങ്കിലും എഡിറ്റിങ്ങും കാര്യങ്ങൾക്കുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള ടൈം മെൻഷൻ ചെയ്തിട്ടുണ്ട്. 23/10/2024 തൊട്ടിട്ട് 25/10, ഒരു 2 ദിവസമാണ് അതിന് വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒക്ടോബർ മാസം കൊണ്ട് തന്നെ ആപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പ്രൊസീജിയേഴ്സും നമ്മൾ കംപ്ലീറ്റ് ആവും അല്ലേ. ഓൺലൈനിന്റെ ടെസ്റ്റ് ഡേറ്റും കാര്യങ്ങളും പിന്നീടായിരിക്കും നമ്മൾ അറിയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുൻപിൽ എത്തിയല്ലേ. ഇനി നമ്മുടെ പ്രിപ്പറേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ജനറൽ കാറ്റഗറിക്കാർക്ക് മറ്റു കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. ഫീ പേയ്മെന്റും കാര്യങ്ങളും ഒക്കെ അടച്ച് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിന് ശേഷം മറ്റ് ഫോട്ടോ അപ്ലോഡിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നോർമലി ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന പോലെ ചെയ്യാം. എന്നാൽ OBC റിസർവേഷൻ ഒക്കെ കാര്യങ്ങൾ, നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടവർ അത് മെൻഷൻ ചെയ്യുകയും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് മസ്റ്റ് ബി ബിറ്റ്വീൻ 26/09/2023 ആൻഡ് 25/10/2024. ഒരു നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിന്റെ ഒരു വാലിഡിറ്റി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇൻ ദ കേസ് ഓഫ് OBC നോൺ ക്രീമി ലെയർ കാൻഡിഡേറ്റ്, they must obtain and produce non creamy layer certificate with the date between 26/9/2023 and 25/10/2024. Okay, certificates not within this date limit will not be considered. Okay, clear ആണല്ലോ. ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. റിസർവേഷൻ ഉള്ളവർ പ്രത്യേകം ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് തന്നെ കാര്യങ്ങൾ നോക്കി ചെയ്യുക. ഓക്കെ, സോ ഓൺലൈൻ മോഡിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് അപേക്ഷകൾ സമർപ്പിക്കാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒത്തിരി സമയം ഒന്നും വെയിറ്റ് ചെയ്യാതെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ആൻഡ് മറ്റ് ഒത്തിരി പേർക്കുള്ള സംശയമാണ്, BEd പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് എക്സാം എഴുതാൻ പറ്റുമോ? BEd പഠിക്കുന്നവർക്ക് എഴുതാൻ പറ്റും, പക്ഷേ സെക്കൻഡ് ഇയറിലെ സ്റ്റുഡൻസിനാണ് എക്സാം എഴുതാൻ പറ്റുക. ഫസ്റ്റ് ഇയർ PG BEd കാൻഡിഡേറ്റ്സിന് ഈ ഒരു എക്സാം എഴുതാൻ വേണ്ടിയിട്ടുള്ള യോഗ്യതയില്ല. നിങ്ങൾക്ക് എക്സാം എഴുതാം, പക്ഷെ സർട്ടിഫിക്കറ്റിന് വാലിഡിറ്റി ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും BEd ആണെങ്കിലും PG ചെയ്യും. ഇപ്പൊ BEd കഴിഞ്ഞിട്ട് PG ഫസ്റ്റ് ഇയർ ആണെങ്കിൽ പോലും അവർക്ക് അറ്റൻഡ് ചെയ്യത്തില്ല. PG സെക്കൻഡ് ഇയറും അതേപോലെ BEd സെക്കൻഡ് ഇയറും ആയിട്ടുള്ള വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുക. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിൽ ചോദിക്കാവുന്നതാണ്, നമ്മൾ റിപ്ലൈ തരുന്നതാണ് കേട്ടോ. സോ ഇനി നമ്മുടെ ടോസ് അക്കാഡമിയുടെ സ്പെഷ്യാലിറ്റീസ് നമ്മൾ പറയാണ്.
താല്പര്യമുള്ളവരൊക്കെ നമ്മളൊരു കോച്ചിങ്ങിന് ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കോച്ചിങ്ങിലൂടെ എന്താണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഇപ്പം മെറ്റീരിയൽസ് കണ്ടുപിടിക്കണം, ക്ലാസ് കണ്ടന്റ് മനസ്സിലാക്കാൻ സ്വന്തമായിട്ട് ഇഫോർട്ട് എടുക്കണം അല്ലെ. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് റെഡ്യൂസ് ചെയ്യപ്പെടും. പക്കാ കണ്ടന്റ് ആണ് നിങ്ങളുടെ മുൻപിലേക്ക് നിങ്ങൾക്ക് കിട്ടുന്നത്. പഠിക്കുക മാത്രമാണ് നിങ്ങളുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ ഡെമോ സെഷൻസ് ഉണ്ടായിരിക്കും. ഡെമോ ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഫീ പേയ്മെന്റ് ചെയ്ത് നിങ്ങൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. റെക്കോർഡഡ് ക്ലാസ്സുകളായിരിക്കും. അപ്പൊ ക്ലാസ്സുകൾ റെക്കോർഡഡ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അവരുടേതായ ടൈമിൽ കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ ക്ലാസ്സുകൾ കാണാൻ പറ്റും. ജോലി ചെയ്യുന്നവരാകട്ടെ പഠിക്കുന്നവരാവട്ടെ എങ്ങനെയുള്ളവർക്കാണെങ്കിലും ഈ ഒരു രീതിയിലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് വാച്ചബിൾ ആയിട്ട് മാറും. ഓക്കെ, ആൻഡ് ക്ലാസ്സുകളെല്ലാം തന്നെ സ്റ്റാൻഡേർഡ് റെഫറൻസ് ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അതുകൊണ്ട് തന്നെ പറയുന്ന കാര്യങ്ങളുടെ അല്ലെങ്കിൽ നമ്മൾ നിങ്ങൾക്ക് തരുന്ന കണ്ടന്റുകൾ 100% ഒതന്റിക് ആയിരിക്കും. ഓക്കെ, PDF നോട്ട്സ് അവൈലബിൾ ആണ്. PDF നോട്ട്സ് തിരക്കുള്ളവരെ സംബന്ധിച്ച് പ്രിന്റബിൾ ആയിട്ടുള്ള നോട്ട് എടുക്കുന്ന രീതിയിലാണ് നമ്മൾ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്ക്ലി മോക്ക് ടെസ്റ്റും മന്ത്ലി റിവിഷൻ ടെസ്റ്റുകളും ഉണ്ടായിരിക്കും. അപ്പൊ ടോസ് അക്കാഡമിനെ എപ്പോഴും വ്യത്യസ്തമാക്കി നിർത്തുന്നത് നമ്മൾ വളരെ പ്രോപ്പർ ആയിട്ട് കണ്ടക്ട് ചെയ്യുന്ന നമ്മുടെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകളും മന്ത്ലി റിവിഷൻ ടെസ്റ്റുകളും ഒക്കെയാണ്. അപ്പോൾ ഈ എക്സാമുകൾക്കൊക്കെ പല രീതിയിൽ ആൻഡ് അസൈൻമെന്റ്സ് ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ നോക്കുക, PYQ ഡിസ്കഷൻസ് ഉണ്ട്. അപ്പോൾ വീക്ക്ലി മോക്ക് ടെസ്റ്റിലൂടെയും മന്ത്ലി റിവിഷൻ ടെസ്റ്റ് അസൈൻമെന്റ്സിലൂടെയും PYQസിലൂടെയും ഒക്കെ സെറ്റിന്റെ PYQ ക്വസ്റ്റ്യൻസ് മുതൽ നെറ്റിന്റെ നമ്മുടെ സെറ്റിന്റെ ഒരു ഏരിയയിൽ വരുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, വിവിധ യൂണിവേഴ്സിറ്റികളുടെ എൻട്രൻസ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തുടങ്ങിയ എല്ലാ രീതിയിലും നമ്മുടെ ഈ ഒരു സിലബസുമായിട്ട് മീറ്റ് ചെയ്ത് പോകുന്ന എല്ലാ എക്സാമുകളുടെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പല രീതിയിൽ നിങ്ങളിലേക്ക് നമ്മുടെ ഫാക്കൽറ്റീസ് അവൈലബിൾ ആക്കും. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ധാരാളം ക്വസ്റ്റ്യൻസ് ആണ് ടോസ് അക്കാഡമിയിൽ ഡിസ്കസ് ചെയ്യുന്നത്, റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്, എക്സാമിന് വേണ്ടി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. ഓക്കെ, ആൻഡ് ലൈവ് ഓറിയന്റേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. ആൻഡ് അതേപോലെ തന്നെ പേഴ്സണൽ മെന്ററിങ് ആൻഡ് ഡൗട്ട് ക്ലിയറിംഗ്. ഇപ്പൊ ടോസ് അക്കാഡമിയിൽ പഠിച്ച ഏതൊരു സ്റ്റുഡന്റിനോടും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ എപ്പോഴും പറയുന്നത് ഒരു പേഴ്സണൽ കെയർ അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് തന്നെയായിരിക്കാം ഒരു തവണ ഏതെങ്കിലും ഒരു കോഴ്സ് ഇവിടെ എടുത്തവര് വീണ്ടും പല കോഴ്സുകൾക്കായിട്ടും ടോസ് അക്കാഡമിയിലേക്ക് പുതിയ അഡ്മിഷൻസ് ആയിട്ട് അപ്രോച്ച് ചെയ്ത് വരുന്നത്. ഓക്കെ, മോട്ടിവേഷൻ സെഷൻസ് ഉണ്ടായിരിക്കും. പെർഫോമൻസ് അനാലിസിസ് ത്രൂ ആപ്പിലൂടെയാണ് നമ്മൾ ക്ലാസ്സുകളും എക്സാമുകളും ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്. നിങ്ങളുടെ പെർഫോമൻസിനെ നല്ല രീതിയിൽ വിലയിരുത്തുന്ന ഒരു ആപ്പാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എവിടെയൊക്കെയാണ് നിങ്ങളുടെ വീക്ക് പോയിന്റുകൾ, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണെന്നൊക്കെ മനസ്സിലാക്കിയിട്ട് ഒരു പ്രോപ്പർ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് ഈ ആപ്പും നിങ്ങളെ സഹായിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് സപ്പോർട്ട് ടിൽ എക്സാം വരേക്കും, ഈവൻ എക്സാമിന് ശേഷമാണെങ്കിലും ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാനാണെങ്കിലും ഒക്കെ നിങ്ങളുടെ ഈ ഒരു പറയുന്ന സെറ്റിന്റെ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനൊക്കെ എല്ലാ കാര്യങ്ങൾക്കും ടോസ് അക്കാഡമി സെറ്റ് സ്റ്റുഡൻസിന്റെ കൂടെ ഉണ്ട്. ആൻഡ് ഇത്തവണ നമ്മൾ ക്രാഷിന് ഇൻസ്റ്റാൾമെന്റ് പേയ്മെന്റും കൂടെ അറേഞ്ച് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും സെറ്റ് കോച്ചിങ് എന്ന് പറയുന്ന അഫോർഡബിൾ ആക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ ഈ പ്രാവശ്യത്തെ ക്രാഷ് കോഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടി ഒരു സെറ്റ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മുടെ സെറ്റ് എക്സാമിന് വേണ്ടിയിട്ടുള്ള ക്രാഷ് കോഴ്സ് ടോസ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ 7510155485 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ അഡ്മിഷൻസ് ഉറപ്പിക്കുക. ഓക്കെ.